ഇവിടെ 3 മണിയായപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ രാത്രി തീ കായാൻ വേണ്ടിയിട്ട് വിറവ് വെട്ടിക്കീറുകയാണ്. ചെറിയ ചെറിയ കഷ്ണം വിറവാക്കി ഡൈനിങ് ടേബിളിൻ്റെ അകത്തൊരു അടുപ്പുണ്ട് പുക, അപ്പോൾ അതിലേക്ക് വേണ്ടി വിറവ് വെട്ടിക്കീറുകയാണ്. അപ്പോൾ രാത്രി തീ കൊള്ളാൻ വേണ്ടിയിട്ട് മരം വെട്ടിക്കുകയാണ്. Oi, ele जान्दैन मर छैन, ढुङ्गामा हान्छ हेर्ने. हो गए बस. Oi. भुत्ते हो गए मोजी. आउँछ नि हो गया बस. ഇനി വെട്ടിക്കീറിയാൽ ശരിയാവില്ല, ബാക്കി അവർ വെട്ടിക്കീറുമ്പോഴോ. നാശിവസാരിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ചെറിയ മഞ്ഞ, ചെറുതായിട്ട് മഴയും മഞ്ഞും കൂടെ പെയ്യുന്നുണ്ട് ഇപ്പോൾ. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. നമസ്തേ. ഇവിടെയെല്ലാം നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി നടക്കുകയായിരുന്നു. ഹോട്ടലിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ അടുത്തൂടെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ഇവിടെ എല്ലാം കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ എല്ലാം വെള്ള കളറിൽ ഇങ്ങനെയായി. അങ്ങ് കാണുന്നതാണ് നമ്മൾ താമസിച്ച ഹോട്ടല്.
നമ്മളെ ഹോട്ടൽ ഇവിടെയാണ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുള്ളത് ജെറുസലേമിലാണ്. ഇവിടെ 1.5 ദിവസം കൊണ്ട് ഇവിടെ താമസമായിരുന്നു. ഇന്നലെ ഇവിടെ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ജെറുസലേമിൽ നിന്ന് നാംചിയിലോട്ടാണ് യാത്ര. അപ്പോൾ രാവിലെ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഇന്നലത്തെ പെയ്ത മഞ്ഞെല്ലാം അങ്ങനെ തന്നെ പുറത്ത് കിടപ്പുണ്ട്. ഇവിടെ എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ് കിടപ്പുണ്ട്. ഇന്നലെ മഞ്ഞ് വീഴ്ചയായിരുന്നു. ഇവിടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ കാണാം. ഇവിടെയൊക്കെ ഇതാ വെള്ളമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നമുക്ക് ഭൂമിയിൽ നിന്ന് ഇറങ്ങാം. ജെറുസലേമിൽ നിന്ന് താമസിച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം മഞ്ഞ് വീഴുന്നത് കാണാം. ബാക്കിൽ ഒരു മല മൊത്തം ഇങ്ങനെ വെയിലടിച്ച് നല്ല രസമാണ് കാണാൻ. ഇവിടെ മരങ്ങളിലെല്ലാം മഞ്ഞ് വീഴുന്ന് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ്. നമുക്ക് ആ പാലം വഴിയാണ് കയറിപ്പോകാനുള്ളത്. രാവിലെ അങ്ങനെ 5:30 നാംചിയിലോട്ടുള്ള നടത്താൻ തുടങ്ങി. ഇനി അങ്ങോട്ട് തണുപ്പായിരിക്കും. ഇപ്പോൾ രാവിലെ -5 ഇവിടെ. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. മതിലാടി തന്നെ പോവാം. ഇവിടുന്ന് രാവിലെ അങ്ങനെ നടക്കാനുണ്ട്. രാവിലെ പടിക്കെട്ടൊക്കെ ഇങ്ങനെ കയറി വന്നപ്പോൾ ഒരു പട്ടി ഇങ്ങനെ വെയിൽ കൊള്ളാനൊക്കെ വന്നിരിക്കുന്നതായിരിക്കും. അങ്ങ് മുകളിൽ നല്ല വെയിലടിച്ച് മഞ്ഞ് മലയൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ഈ തൂക്കുപാലമാണ് നമുക്കിന്ന് കയറേണ്ടത്. രാവിലെ നല്ല കാറ്റ. താമസിച്ച ഹോട്ടൽ അതാ കാണാം. മുകളിലൊക്കെ മരത്തിൽ നല്ല മഞ്ഞിങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ എല്ലാം മുകളിൽ. രാവിലെ തന്നെ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ -5. രാവിലെ 7 മൈനസ്. ഇന്ന് -5 ഇപ്പോൾ 7:30 മണിയായപ്പോൾ. പൈസൊക്കെ വരുന്ന ചരക്കുന്നുണ്ട് രാവിലെ.
destination. Ini जो हमने क्या नाम है? അങ്ങനെ അവിടെ നിന്ന് പാലം കടന്ന് ഇപ്പുറത്ത് വന്നു. നാംചയിലേക്കുള്ള ഇനി ഒരു പാലം കൂടെ ഉള്ളൂ. ഹില്ലരി ബ്രിഡ്ജ് കൂടെ കയറി കഴിഞ്ഞാൽ നാംചയിലോട്ട് കയറാം. ഇനി ഒരു തൂക്കുപാലം കൂടെ ഉണ്ട്. ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി നാംചയിൽ മാത്രമേ ആൾക്കാരുള്ളൂ. കടകളോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നാംചയിൽ മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ താഴോട്ട് നടക്കാനുണ്ട്. രാവിലെ തണുപ്പും ഒക്കെയാണ്. ഇവിടുത്തെ വഴിയൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ഇനി അങ്ങോട്ട്. ഇപ്പോൾ ലാസ്റ്റ് നാച്ചയ്ക്ക് മുന്നേ ഉള്ള ലാസ്റ്റ് ഗ്രാമം കഴിഞ്ഞു. നമ്മളെ ബാക്കിൽ കണ്ടതാണ്. ഇനി നാംചെ ബസാറിൽ മാത്രമേ ആൾക്കാരുള്ളൂ. ഈ കാട് വഴി ഇങ്ങനെ നടക്കണം. ഇനി കുറച്ച് കാട് വഴിയൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ രാവിലെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്.
ചെറിയ തേരിയാണ് അങ്ങോട്ട്. ആ പാലം വഴി വീണ്ടും പോകണം അങ്ങ് ആ മലയിലോട്ട്. ഈ പാലം കഴിഞ്ഞ് അങ്ങൊരു ഗുഹ പോലെയൊക്കെയാണ് കാണുന്നത്. പിന്നെ ഈ പൈൻ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണം നമ്മൾ. രാവിലെ മഞ്ഞ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ചറുക്കാൻ സാധ്യതയുണ്ട്. എന്താ സ്ലിപ്പാവുന്നുണ്ട് ഇങ്ങനെ. ഐസ് ഉറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് രാവിലെ വളരെ ഓരോ ഈ സ്റ്റെപ്പിലും ഇങ്ങനെ കാല് വെച്ചേ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചരക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ ചരക്കണുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്ന സ്ഥലമൊക്കെ നല്ല ചറുക്കുന്നുണ്ട്. രാവിലെ കുറച്ച് വെയിൽ വന്നിട്ട് നടന്നാൽ മതിയായിരുന്നു. സൈഡിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ കമ്പി ഇങ്ങനെ നിൽപ്പുണ്ട്. അതുകൊണ്ട് സൈഡിൽ ഇങ്ങനെ പിടിക്കാനും പറ്റില്ല. രാവിലെ ആയപ്പോൾ ആരും കാണാനില്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് താഴെ സൈഡ് നല്ല ചറുക്കലുണ്ട്. അതുകൊണ്ട് നടക്കാനും ഒരു പേടി. ഇനി ആ മുകളിൽ കയറുമ്പോഴാണ് ഇനി പേടിക്കേണ്ടത്. ഈ നിരപ്പായതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ എന്താ ഭംഗി. അങ്ങനെ നല്ല ചാതിയും നമ്മളിഞ്ഞ് മുകളിലെത്താറായി. രാവിലെ ഈ കമ്പിയെല്ലാം നല്ല ചറുക്കുന്നത്. അതുകൊണ്ട് നടക്കാനൊക്കെ വളരെ പാടാണ്. അങ്ങനെ നമ്മൾ പാലം കടന്ന് ഇനി നമുക്കിങ്ങനെ മുകളിലോട്ട് കയറാനുണ്ട് വഴി. നമ്മൾ ഈ പാലം ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ രണ്ട് വഴി കാണുന്നുണ്ട്. ഒന്നിതാ ഇങ്ങോട്ട് താഴോട്ടും കിടപ്പുണ്ട്, ഒന്നിതാ മുകളിലോട്ടും കിടപ്പുണ്ട്. ഏത് വഴി പോകണമെന്നുള്ളതാണ് സംശയം. ഇവിടെ ഉള്ള ഒരു ബോർഡ് ഹിന്ദിയിലാണ്. ഇപ്പോൾ ആരെയും കാണാനുമില്ല. നോക്കട്ടെ. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നാം ചെയ്യുന്നൊരു ചെറിയൊരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വഴി പോവുകയാണ്. ഇവിടെ ആരെയും കാണാനൊന്നുമില്ല. ഇനി ചോദിക്കാൻ നിന്നാൽ നമ്മൾ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഈ വഴി നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത്.
ഇങ്ങനെ വഴി കിടക്കുകയാണ് നദിയുടെ സൈഡിൽ കൂടെ. കുറച്ച് നിരപ്പായ സ്ഥലമാണ്. ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് അങ്ങോട്ട്. ദൂതുകോഷി നദിയുടെ തീരത്തൂടെ വഴി ഇങ്ങനെ കിടക്കുകയാണ്. ആ വഴി ഇങ്ങനെ നടന്ന് നദിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് ഇവിടെ നല്ല തുറസായ ഒരു സ്ഥലം വന്നു. അങ്ങ് ദൂരെ ആ നടുക്കായിട്ട് കാണുന്നതാണ് ഹില്ലരി ബ്രിഡ്ജ്. അതാണ് നാംചയിലേക്ക് കയറാനുള്ള ഏക പാലം. അപ്പോൾ നമുക്കിനി ആ മലയിലോട്ട് കയറണം. ഇങ്ങനെ വഴിയുണ്ട്. കോൺക്രീറ്റ് ഇട്ട വഴിയാണ്. കൽപ്പടകും സൈഡിൽ കൈവരിയൊക്കെ ഉണ്ട്. കയ്യൊക്കെ തണുത്ത് വിറയ്ക്കണം. അങ്ങനെ കുറേ നടന്നപ്പോൾ 2 പേര് വരുന്നുണ്ട്. ഇനി അങ്ങ് ദൂരെ കുറേ പടിക്കെട്ട് കാണാം. നമ്മളവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇനി ഇതാ മുകളിലോട്ട് കയറാറുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഈ പാറയുടെ അടിയിൽ 2-3 കല്ലിളക്കി കൊടുത്ത് ഇതിഞ്ഞ് വിഴാൻ കണക്കിനാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വേണം വിഴാന്ന് പറഞ്ഞാണ് ഈ പാറയൊക്കെ ഇരിക്കുന്നത്. നമ്മൾ വന്ന വഴിയാണ് ഇങ്ങനെ കാണുന്നത്. നമ്മൾ നടന്ന് ഇങ്ങനെ വന്നപ്പോൾ അങ്ങ് മുകളിൽ ആ പാലം കണ്ടു. ഹില്ലരി ബ്രിഡ്ജ്, ആ തൂക്കുപാലം കണ്ടു. അതാണ് നാംചി ബസാറുമായിട്ട് ബന്ധപ്പെടുത്തുന്ന തൂക്കുപാലം. ആ പാലം നമുക്ക് കയറി പോകാനുണ്ട്. ഇനി അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു വലിയ കയറ്റമാണെന്നാണ് കേട്ടിട്ടുള്ളത്.
എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകുന്നവരെ ഒരു കവാടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ പാലത്തിന്, ആ തൂക്കുപാലത്തിന്. ഇനി നമ്മൾ അത്രയും ഹൈറ്റിൽ താഴേന്ന് നടന്ന് കയറാനുണ്ട്. അതാ ഇങ്ങനെ തൂക്കുപാലം കാണാം, ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അത്രയും മുകളിൽ കയറാനുണ്ട്. പിന്നെ ആ പാലം നടന്നു കയറാം, ശരി വഴി നടന്നു കയറാം. രാവിലെ അവിടെ നിന്ന് കുറേ ആൾക്കാർ താഴോട്ട് നടന്നു വരുന്നുണ്ട്. നമുക്കൊന്നും ആയില്ല, ഇനിയും കുറേ കയറാനുണ്ട്. കുറച്ചായതേ ഉള്ളൂ. രാവിലെ തണുപ്പായതുകൊണ്ട് നന്നായിട്ട് ശ്വാസം മുട്ടണം. ഇങ്ങനെ അങ്ങ് മുകളിൽ കിടക്കുകയാണ്. ഇപ്പോൾ 2 തൂക്കുപാലങ്ങൾ ഇങ്ങനെ കാണാം. നമ്മളിതാ ആ വഴി മൊത്തം കയറി ഏകദേശം എത്താറായി. അത് പഴയ പാലമായിരിക്കാം. ഇനി ഇങ്ങനെയും മുകളിലോട്ട് പോകാനുണ്ട്. ഇവിടെ എല്ലാം മഞ്ഞ് വീഴുന്ന കിടപ്പുണ്ട്. മുകളിലോട്ട് അവിടെ നിന്നെല്ലാം ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നടന്ന് ഹില്ലരി ബ്രിഡ്ജിൻ്റെ അടുത്തെത്താറായി. ഇവിടെ എല്ലാം മഞ്ഞ് വീഴുന്ന കിടപ്പുണ്ട്. നാംചയിലേക്ക് പോകാനുള്ള ഒരു ചേട്ടൻ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. അതാ അങ്ങ് പോകുമ്പോൾ കുറേ കഴുതക്കൂട്ടങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാംചെ ബസാറിലോട്ട് കടക്കാവേണ്ട പാലമാണ്, ഹില്ലരി ബ്രിഡ്ജാണ്. അപ്പോൾ ഇനി ആ കഴുതക്കൂട്ടെല്ലാം കടന്നു പോയിട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല ശ്വാസം മുട്ടും തണുപ്പും ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് വരുന്നതോറും. ഇതാ ഇവിടെയൊക്കെ ഐസ് ഇങ്ങനെ കിടപ്പുണ്ട്.
അവിടെ നിന്നൊരു കൂട്ടം കഴുതകൾ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ നല്ല വെയിലാണ്, ഇവിടെ നല്ല തണുപ്പും. ആ കഴുതകൾ അത്ര കഴിഞ്ഞ് പോകുന്നതിന് ശേഷം നമുക്ക് പോകാം. അങ്ങനെ തിരിഞ്ഞ് കടക്കാൻ പോവുകയാണ്. അവിടെ നിന്ന് 2 പേര് നടന്ന് വരുന്നുണ്ട്. ആ എൻ്റെ അടുത്ത് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അവർക്ക് തനിയെ നടന്നു വരാൻ പേടിച്ചേ, ആളുണ്ടെങ്കിൽ പേടിയായിരിക്കും, അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇവിടെ നിൽക്കുകയാണ്.